വാട്സപ്പിൽ ഡേറ്റ ലാഭിക്കാൻ പറ്റിയ വളരെ നല്ലൊരു സെറ്റിങ്സാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നതാണല്ലോ. പെട്ടെന്ന് നമ്മുടെ ഡാറ്റ തീർന്നു പോകുന്ന പ്രോബ്ലത്തിന് ഇത് വളരെ നല്ലൊരു പരിഹാരമാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ വിശദമായി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഉത്തയം ചാനൽ ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഒരു ലൈക്കും ചെയ്യണേ, ഒന്ന് ഷെയറും ചെയ്യണേ. നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം അവിടെ വാട്സപ്പിൻ്റെ ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സപ്പ് ഓപ്പൺ ആയി വരും. അവിടെ 3 ഡോറുണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എടുക്കുക. അപ്പോൾ നേരെ താഴെയായിട്ട് ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ അവിടെ നേരെ താഴെയായിട്ടുള്ള സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് യൂസ്ലെസ് ഡാറ്റ ഫോർ കോൾസ് എന്നുള്ളത് അവിടെ ഓഫായി കിടക്കുന്ന കാണാൻ സാധിക്കും. നിങ്ങൾ അതൊന്ന് ഓണാക്കി കൊടുക്കുക. ഇത് ഓണാക്കി കൊടുക്കുന്നുള്ള പ്രയോജനം എന്താണെന്ന് പറയാം. നമ്മൾ സാധാരണ കോളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഡാറ്റകൾ ഒരുപാട് ഉപയോഗിക്കാറുണ്ടല്ലോ. അത് വളരെയേറെ കുറച്ച് കൊണ്ടുവരുവാൻ ഇത് ഓണാക്കി കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ഡാറ്റ വളരെയേറെ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. ഇനി ഡാറ്റ ലാഭിക്കാൻ പറ്റിയ വളരെ നല്ലൊരു സെറ്റിങ്സ് ഉണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ താഴോട്ട് വരിക. അവിടെ വെൻ യൂസിങ് എ മൊബൈൽ ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഫോട്ടോ, ഓഡിയോ, വീഡിയോ, ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ ടിക്കായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. നിങ്ങൾ അതിൻ്റെ എല്ലാം ടിക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഡാറ്റ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ അതിലുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ ഡാറ്റ ഓൺ ആക്കുന്ന സമയത്ത് തനിയെ എല്ലാം ഡൗൺലോഡ് ആകും. അത് ഒഴിവാക്കാൻ പറ്റിയ വളരെ നല്ലൊരു സെറ്റിങ്സ് ആണ്. എല്ലാ ടിക്കുകളും നിങ്ങൾ ഒഴിവാക്കുക. അതിനുശേഷം അവിടെ നേരെ താഴെ കാണുന്ന ഓക്കെ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരെ താഴെ കാണുന്ന വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ അതെല്ലാം ടിക്കില്ലാതെ കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അതെല്ലാം ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്ത ശേഷം ഓക്കെ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം, വൈഫൈ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും എന്ത് ഡോക്യുമെൻറ്റ്സ് ആയാലും ഡൗൺലോഡ് ആകുകയുള്ളൂ. ഇങ്ങനെ ഒരുപാട് ഡാറ്റ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.